ഹലോ ഗായ്സ്, ഇപ്പോൾ നമ്മൾ ഗുരുവായൂർ ആനപ്പന്തിയിലാണല്ലേ. ടിക്കറ്റെല്ലാം എടുത്ത് നമ്മൾ ഉള്ളോട്ട് പോവുകയാണ് ഗായ്സ്. ഞാൻ തൊപ്പിട്ട് വെയിലേനെക്കൊണ്ട് ഗായ്സ്. ഇവിടെ ഒരു ആനുണ്ട്. ഉത്സവത്തിനെല്ലാം നമ്മൾ 2-3 ആനകളല്ലേ കാണുക. ഇവിടെ മിനി ആനകളുണ്ട്. 35 ആനകളോളം ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. 35 ഗൈസ്. പാപ്പാനാണെങ്കിൽ ഫുഡ് കൊടുക്കാന്നാ തോന്നുന്നേ. ഗൈസ് എന്താണെന്നറിയില്ല കൊടുക്കുന്നത്. ഗൈസ് ആനനെ കുളിപ്പിക്കുന്നു. ഗൈസ് നല്ല ഷവർ പോലെ ഉണ്ട്. ആനേനെ പുറത്ത് കയറിയിരിക്കാൻ എനിക്ക് തോന്നുന്നു ഗൈസ്. പൈപ്പിൽ നിന്ന് ഇവിടെ ആനയ്ക്ക് തുമ്പിക്കയിൽ കൊടുത്തിട്ടാണ് ആന ഷവർ പോലെ ആക്കാറ്. നമ്മളെല്ലാം അല്ലാതെയല്ലേ ഷവർ പോലെ വിളിക്കാറ്. ആന എങ്ങനെയാണ് വിളിക്കാറ് കേട്ടോ. നമുക്ക് നടക്കാൻ വേണ്ടില്ല, വണ്ടി ചുറ്റി കാണാം. പനമ്പട്ട തിന്നാണ്. ഇവിടെ ഒരു കൊമ്പനുണ്ട് കണ്ടോ. ഇതിന് ഒരു കൊമ്പ് കാണുന്നില്ല, ഒറ്റ കമ്പാണുള്ളൂ. ആനകൾക്ക് തിന്നാനായിട്ട് കുറേ പനമ്പട്ടുണ്ട്, ധാരാളം. ഞങ്ങൾ വീഡിയോ എടുക്കുന്ന തന്നെ ആനല്ലേ, ഞങ്ങൾ തലയാട്ടി ഡാൻസ് കളിക്കുന്ന 5 ആനകളുണ്ട്. ആനപ്പന്തി അല്ലെ ആനക്കോട്ട അല്ലെങ്കിൽ പുന്നത്തൂർ കോട്ട എന്നും ഇവിടെ അറിയപ്പെടുന്നുണ്ട്. ഗുരുവായൂരിൽ വരും 2 കിലോമീറ്റർ മാത്രം ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാനുള്ള ദൂരം. അങ്ങനെ കൊണ്ടുള്ള പോക്ക് കണ്ടോ ഗൈസ്. എൻ്റെ അമ്മയെ ചക്ക കൊടുക്കണമെന്നാ തോന്നുന്നു. ആദ്യം ചക്ക ഒറ്റയടിക്കാൻ തിന്ന് തീർത്തു. ഇങ്ങനെ വിട്ടാൽ ശരിയാവൂല. ഇതാണ് ചക്ക. ചക്കകളും ഈ ആന തീർക്കും. ഗൈസ് ആനയ്ക്ക് കുളിക്കാനായിട്ട് ഒരു കുളം ഉണ്ട് ഗൈസ്. വലിയൊരു കുളം കണ്ടോ നിങ്ങൾ, പച്ച നിറായിപ്പോയി. ഈ ആശം കുളി കഴിഞ്ഞ് വന്നിട്ട് അതിൻ്റെ സ്വന്തം പനമ്പട്ട അത് തന്നെ എടുക്കുകയാണ്. നോക്കിക്കേ നിങ്ങളൊന്ന്. ഇനി ഗുരുവായൂർ വരുമ്പോൾ ആനപ്പന്തി മിസ് ചെയ്യരുത്. ഉറപ്പായിട്ട് നിങ്ങൾ വരണം. ടാറ്റാ ബൈ ബൈ. Mr. Fuzzy.